യേശുക്രിസ്തു എന്ന് വിളിക്കും. കൂടെ കോ ആങ്കറിനെ വെച്ചിട്ട് പ്രേമാണെന്ന് പറയും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്ദരിയായ ഒരു ആങ്കർ വന്നാൽ അപ്പൊ അത് പ്രേമാണെന്ന് പറയും. അങ്ങനെ കേൾക്കാൻ മാത്രമേ സന്തോഷമല്ലോ കേട്ടോ. ശരിക്കും അങ്ങനെ ഇല്ലാത്തതുണ്ട്. കേൾക്കുമ്പോ ഞാൻ വേറെ കാര്യം, ഞാൻ സൂര്യ ടിവിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ, ഒരൊറ്റ പെൺകുച്ചനെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതിനൊക്കെ എപ്പോ കണ്ടു, ഞാൻ എപ്പോ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ചേട്ടാ, ഈ കിരൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ വിജയ് ഹണ്ടൊക്കെ പിന്നെയാണ് ഉണ്ടായത്. വിജേസിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ തന്നെ സാൻഡ്ര എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ എന്ന് പറഞ്ഞു. എപ്പോഴാന്ന് വെച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത്, പേര് ഞാൻ പറയത്തില്ല, അപ്പോൾ അവൻ കൂടെ പറഞ്ഞു, അവൻ ഓൾറെഡി അവിടെ സെലക്ട് ആയി, ഹി ഗോട്ട് ഷോർട്ട് ലിസ്റ്റഡ് കൈൻഡ് ഓഫ് തിങ്. അപ്പം പുള്ളിനെ വിളിച്ചു, ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇവന് ചേട്ടാ മേളിൽ സ്ക്രീൻ ടെസ്റ്റിൽ കൊണ്ടുപോയി, മേളിലോട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ താഴെ നമ്മുടെ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഇങ്ങനെ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വന്നത്. നിങ്ങൾ വഞ്ചൂരല്ല താമസിക്കണം? ഞാൻ പറഞ്ഞു അതെ. ചെക്കൻ കോലല്ലേ ബൈക്ക് വന്നാൽ? ഞാൻ പറഞ്ഞു അതെ. ഞാനും അവിടെയാണ് വണ്ടി കൊണ്ടുവരുന്നത്, ഒന്ന് ട്രൈ ചെയ്തോളെന്ന് ചോദിച്ചു. നോക്കാം ചേട്ടാ, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, നോക്കാം, ഒന്നുമില്ല, അറിയുന്നുമില്ല, ഞാൻ ഐ എം നോട്ട് ഈവൻ തിങ്കിങ് ഓഫ് ഇറ്റ്. അപ്പം മേലോട്ട് ചെല്ലുന്നു, ഞാൻ നോക്കിയപ്പം കഷണ്ടിയുള്ള ഒരു സാറ്, കണ്ടാൽ നല്ല സുമുഖൻ, വളരെ സുമുഖനായ അദ്ദേഹം. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ് കാര്യങ്ങൾ കയറി സംസാരിക്കുന്നു. എന്നൊന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു നടന്റെ പാട്ടാണ് വന്നത്. അപ്പം ഞാൻ ബീങ് മൈസെൽഫ് ഞാൻ പറയാം, എനിക്ക് ഈ പാട്ടൊന്നും ഇട്ടിട്ടില്ല, എന്താ ഇങ്ങനെയൊക്കെയാണ് പാട്ട് ഇട്ടേക്കുന്നത്, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ്. അവനിപ്പോൾ എന്താ പറഞ്ഞ, ഇതാണ് വേണ്ടത്, സ്പോണ്ടേനിറ്റി, ഈ സാധനം പിടിച്ചോളൂ. അപ്പം തന്നെ ചെന്നൈയിൽ വിളിക്കുന്നു, പരിപാടി ഇറക്കുന്നു, എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ അടുത്തുനിന്ന് ഒന്ന് നിൽക്കണേ. ഞാൻ ഓ കലിപ്പായി തോന്നുന്നു, പറഞ്ഞിട്ട് പ്രശ്നമായി, സമ്മതിക്കത്തില്ല. എന്നിട്ട് മറ്റവൻ താഴെ ഞാൻ നോക്കിയപ്പോൾ സൂട്ട് വലിച്ചിട്ട് ദേഷ്യത്തിരിക്കും, നീ എന്താ മേലോട്ട് പോയത്? പ്രൊഡ്യൂസർ എന്നെ മേലോട്ട് വരാൻ പറഞ്ഞു, തന്നെ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു, നിന്റെ അടുത്ത് എന്താ പറഞ്ഞു? എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. വളരെ പറ്റിപ്പോയാളിയാ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു സാധനം. പിന്നെ അതിൻ്റെ ഇത് നമ്മുടെ 25 ഇയേഴ്സിൻ്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ. അതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം, ഇന്ന് നമ്മുടെ സാബു ചേട്ടൻ എന്തിയെ നമ്മുടെ ഇവിടുത്തെ ക്യാമറ, അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ഡേ സാധനം സെറ്റ് ചെയ്ത് മൈക്ക് വെച്ചത്. സാബു, ഇപ്പൊ ഈ നമ്മള് ഇപ്പൊ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഉണ്ടല്ലോ. ഞാൻ ആദ്യം കണ്ട ന്യൂ ജനറേഷന്റെ ആശ ടെലിവിഷനിൽ അതായത് ഈ തരികിട എന്ന് പറഞ്ഞ ഷോയില് ഞാൻ ശരിക്കും ഒരു ആക്സിഡന്റലായിട്ട് വന്ന് ഈ ഇൻഡസ്ട്രിയിൽ പെട്ട ആളാണ്. ബൈക്ക് ആക്സിഡന്റ്. ഞാൻ അപ്പൊ പിന്നെ കാരണം എനിക്കിങ്ങനെ ടെലിവിഷനിൽ സിനിമ അങ്ങനെയുള്ള സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഈ കോളേജിൽ തിയേറ്റർ ഇവന്റ്സിലൊക്കെ പങ്കെടുക്കും. അപ്പൊ ഞാന് ഒരു കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു മോണോ ആക്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് സൂര്യ ടിവിക്ക് ന്യൂസ് ഉണ്ട്, ഒരു ½ an hour ന്യൂസ് ബുള്ളറ്റിൻ. അപ്പൊ അതിന്റെ ഒരു ക്യാമറമാൻ, അപ്പൊ അവർ ഈ ന്യൂസിലെല്ലാം പോയിട്ട് ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പം അതിലൊരു ക്യാമറ വന്നപ്പോൾ ഞാനിത് മോണോ ആക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി ഷൂട്ട് ചെയ്ത് അവർ കൊണ്ട് സ്റ്റുഡിയോയിൽ പ്ലേ ചെയ്തു. അപ്പോൾ അതൊരു കോമിക്കൽ ആക്ട് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ള ഒരാൾ അവിടെ സൂര്യ ടിവിയിലെ ഒരു പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പം വന്ന് നോക്കി. അപ്പം ഞാൻ ഒരു ചൊക്കലം കണക്കിരിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അവനവനെ അറിയണമല്ലോ നമ്മൾ, മനസ്സിലായേ. അപ്പോൾ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് ഒരു ഭാഷാശുദ്ധിയൊന്നും ഇല്ലാത്ത തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു വാളി, അങ്ങനെയുള്ള ഒരു ഐറ്റം. സ്വന്തമായിട്ട് ഇത്രയും ഇതായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാന് കോളേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മതിലിച്ചാരി നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം നിന്നപ്പോ ഒരാൾ വന്ന് എന്നെ അന്വേഷിച്ചു. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, TV-യിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അഭിനയിച്ച എന്ത് കുഴപ്പം എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴേ ക്യാമറമാൻ പേടിച്ചു. അപ്പൊ എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവര് പറഞ്ഞു സ്ക്രീൻ ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പഴയ സൂര്യ ടിവിയുടെ ബാക്കിൽ ഒരു ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്, പക്ഷെ അത് തുറക്കാൻ പറ്റൂല, ടെക്നോളജി വേണം. അതില് ഒരു കാർഡ് കൊണ്ട് കാണിക്കണം, അപ്പോഴേ ഇത് തുറക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടല്ലോ അന്ന്, നമ്മൾ അത്രയും മോഡേൺ അല്ല.
എന്നിട്ട് അത് തുറന്ന് എന്നെ മോളിൽ കൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തി എന്നിട്ട് ഒരു ക്യാമറ എടുത്ത് വെച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, കല്യാണ വീഡിയോ പോലും ഇല്ലാത്തവനാണ് ഞാൻ. എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു സെൽഫ് ഇൻട്രോ പറയൂ. ഞാൻ പറഞ്ഞു എന്റെ പേര് സാബു, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നു. പോരെ സത്യം. എന്നിട്ട് ഞാൻ പോയി. അവിടെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കൂടുക എടുത്ത് റെഡി ആയിക്കോ, കോട്ടയത്ത് ഷൂട്ടിങ്ങിന് പോകണമെന്ന്. അന്ന് ഇറങ്ങിയ ഇറക്കമാണ്. 23 വർഷമായി. അല്ല, അന്ന് ടി വിയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യം വേണം, മനസ്സിലായോ? നല്ല കൺസെപ്റ്റ് ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ല. അതൊക്കെ വെറുതെ എന്നെ പോലെ ഒരാളെ അന്ന് എടുക്കാൻ കാണിച്ച ധൈര്യമുണ്ട് ആ പ്രൊഡ്യൂസറുടെ. എല്ലാവരുടെയും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ്. ഈ ക്യാമറ ഇതിൽ വിളിക്കാൻ നമ്മളെ വെക്കുമ്പോ എനിക്ക് പല്ലിലൊക്കെ അകലമൊക്കെയാണ്. ഇത് ചിരിക്കുമ്പോ എനിക്ക് തന്നെ പേടി. ഈ ചിരി പല്ല് ഭയങ്കര അകലവും അങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു. നിങ്ങൾക്ക് നമ്മളെ പറ്റുമോ അതൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷെ കേരളം അതും താങ്ങുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ?